യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് ബൈബിളിലെ ഒരു കുടുംബ ദർശനത്തെക്കുറിച്ചാണ്. അച്ഛൻ കൂടുതൽ സംസാരിച്ചത് ഉൽപ്പത്തിയിൽ നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അതിൻ്റെ തുടർച്ചയൊക്കെ ആയിട്ട് തന്നെ ഈ പഞ്ചഗ്രന്ഥിയിൽ പുറപ്പാടിലും സംഖ്യയിലും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ഒരു കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കുടുംബ ദർശനങ്ങൾ പലതുണ്ട്. കുറച്ചുകൂടെ ഡെപ്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നത് ബൈബിളിലെ കുടുംബ ദർശനങ്ങൾ ഒരു സമൂഹമായിട്ടും കുടുംബമായിട്ടും പാലിക്കുകയാണ്. പല പല കുടുംബങ്ങളാണ് യാത്ര ചെയ്തത്. അവർ പാലിച്ച ചില കാഴ്ചപ്പാടുകളും കീഴ്വഴക്കമുണ്ട്. അപ്പം അത് പഞ്ചഗ്രന്ഥിയിൽ ഉടനീളം കാണാം. അവൻ സ്ഥിരതാമസക്കാരൊന്നുമല്ല. പിന്നെ കറങ്ങി ഇവരെങ്ങനെ അങ്ങ് പോകുമ്പോൾ ഉള്ളിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാഴ്ചപ്പാടുകൾ, അതാണ് പഞ്ചഗ്രന്ഥിയിലുടനീളം നമ്മൾ കാണുക. അതിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഉൽപ്പത്തിയിൽ തന്നെയാണ്. മനുഷ്യൻ മണ്ണാണ്. സുന്ദരിയായ ഭാര്യയും നാളെ മണ്ണാവും. സൗന്ദര്യമുള്ള പുരുഷനും മണ്ണാവും. ഓമനിച്ചുള്ള മക്കളും മണ്ണാവും. അപ്പം നമ്മളിത് പൊന്നാന്നൊക്കെ പറയുമ്പോഴും വെറും മണ്ണ. അപ്പം ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയും നിസ്സാരതയും നമുക്ക് തോന്നും. ഞാനെന്തോ വലിയ സ്റ്റാറാണ്, സീരിയൽ നടിയാണ്, വലിയ മസിലുള്ള വലിയ മസിൽമാനാണ്, ബോഡി ബിൽഡിങ് ചാമ്പ്യൻ എന്നൊക്കെ ഓർക്കുമ്പോഴും ദൈവം ചിരിച്ചോട് പറയും, നീ വെറും മണ്ണാണ്. ആദ്യ സ്ത്രീ ദൈവത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ മണ്ണാണ്. ദൈവമല്ല, നീ മണ്ണാണ്. ഈ തിരിച്ചറിവ് വേണം. ഞാൻ വെറും മണ്ണാണല്ലോ എന്ന് കരുതുമ്പം എനിക്ക് തോന്നും ഞാൻ വെറും കാവൽക്കാരിയാണ്. എനിക്ക് ഇവളുടെ മേൽ കുതിര കയറാൻ ഒരു റൈറ്റും ഇല്ല. ഉൽപ്പത്തി 2:10 ആദം ഹവ്വ നിങ്ങൾ ഏദൻ തോട്ടം സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. അതുകൊണ്ടാണ് ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവം വെച്ച അമ്പുകളാണ്. വില്ലിനെയും അമ്മിനെയും വില്ലാളി സ്നേഹിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മണ്ണാണ്, പൊടിയാണ്. മനുഷ്യ നീ പൊടിയാകുന്നു. ആ ഒരു ചിന്ത എന്നും സൂക്ഷിക്കണം. അല്ലെങ്കിൽ അല്പം കാശ് കിട്ടുമ്പം അഹങ്കരിക്കുന്ന കുടുംബമാകും. നല്ല ജോലിയും സോഷ്യൽ സ്റ്റാറ്റസും കിട്ടുമ്പം അഹങ്കരിക്കുന്ന വീട്ടുകാരാകും. സൗന്ദര്യമുള്ള ഭാര്യയെ കിട്ടുമ്പോൾ അഹങ്കരിക്കുന്ന ഭർത്താവാകും. സമ്പത്തും നല്ല സ്വാധീനമുള്ള കെട്ടിയവനെ കിട്ടുമ്പം അഹങ്കരിക്കുന്ന ഭാര്യയാകും. പഠിക്കാൻ മിടുക്കരായ മക്കളെ കിട്ടുമ്പം നെഗളിക്കുന്ന പേരൻസ് ആകും. അപ്പം അന്നേരമൊക്കെ ഓർപ്പിക്കുകയാണ്, ആദ്യത്തെ നെഗളം വന്നപ്പോഴാണ് പറഞ്ഞത്, ദൈവമല്ല, നീ വെറും മണ്ണാണ്. അപ്പം നമുക്ക് ഈ തിരിച്ചറിവ് വേണം. ഞാൻ എന്തായാലും എവിടെ ആയാലും വെറും ധൂളിയാണ്. കാരണം ഹീബ്രു മൂലഭാഷയിലൊക്കെ മണ്ണിനെ വിളിച്ചിരുന്ന വാക്കുണ്ട് ആദാമ എന്ന് വെച്ചാൽ മണ്ണ. കാരണം മനുഷ്യന് മണ്ണിൻ്റെ നിറവാണ്. മനുഷ്യൻ മണ്ണിൽ പണിയുന്നവനാണ്, മണ്ണിലേക്ക് മടങ്ങും. അതുകൊണ്ട് മനുഷ്യനായിട്ട് പേര് ആദാമായി നിന്ന് വന്നതുകൊണ്ട് ആദം ആ പേര് വീഴുന്നുണ്ട്. അപ്പം നമ്മൾ വെറും മണ്ണ്. ആ ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമുക്ക് നെഗളിക്കാൻ പറ്റുമല്ല. എത്ര ഉണ്ടെങ്കിലും ഞാനും ഒരു സാധാരണ കുടുംബം, ഒരു സാധാരണ മനുഷ്യൻ, അതിനപ്പുറത്തേക്ക് ഗ്രഹിച്ച് നമുക്ക് മാറാൻ പറ്റില്ല. അല്ല, നാളെ മരണം മുൻപിലുണ്ട് എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം, മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഒക്കെ കാരണം. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാമെന്ന് തിരിച്ചറിയുന്ന വലിയൊരു മാനസാന്തരം എല്ലാവർക്കും വരണം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഈ ഉൽപ്പത്തി നമ്മൾ പുറപ്പാടിലൊക്കെയാണല്ലോ ഇങ്ങനെ ഈ കുടുംബങ്ങൾ ഇങ്ങനെ ആയിട്ട് മരുഭൂമി കൂടെ ഒക്കെ പോകുമ്പം ഒത്തിരി സംരക്ഷിച്ചൊരു ദൈവത്തെ, മന്നയും വെള്ളവും ജലവും എല്ലാം തന്ന് അവരെ കെയർ ചെയ്തൊരു ദൈവത്തെ നമ്മൾ കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ദൈവശാസ്ത്രം. മന്നയുടെ പ്രത്യേകത, മനുഷ്യൻ വിശന്ന മനുഷ്യൻ ഇങ്ങനെ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ഭക്ഷിക്കും എന്നോർത്ത്. അപ്പോഴാണ് അവരുണർന്നപ്പോൾ കൂടാരവാതുക്കൽ ഒരു ചെറിയ വെളുത്ത അപ്പം പോലെ കിടക്കും. അപ്പോൾ അവർ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? എന്താണിത്? അത് മൻഹു അവരുടെ ഭാഷയിൽ മൻഹുവ എന്ന് പറഞ്ഞാൽ എന്താണിത്? അതാണ് മന്ന. ആ മന്ന അവരത് ഭക്ഷിച്ചു. അപ്പോൾ ഈ മന്ന കൊടുത്തിട്ട് ദൈവം പറയുന്നൊരു ഒരു വലിയ പാഠമുണ്ട്. ഒരിക്കലും കുടുംബത്തിലോ വ്യക്തിക്കോ ആർത്തി ഉണ്ടാകാൻ പാടില്ല. അതാണ് മന്ന.
ഓരോ ദിവസത്തിനും അതതിൻ്റേത് മതി. നാളത്തേക്ക് ശേഖരിച്ച് വെച്ചത് രാത്രി പുഴുത്തുപോയി. ഫ്രിഡ്ജ് വേണ്ടാന്ന് ചുരുക്കം. അത് പുഴുത്തുപോയി, പിന്നെ ഇല്ല. അപ്പം ദൈവം പഠിപ്പിക്കുകയാണ് ഓരോ ദിവസം കൊണ്ടും ഒതുങ്ങണം. അത് ഈശോയുടെ മനസ്സിനെ സ്വാധീനിച്ചു. പഠിപ്പിച്ച പ്രാർത്ഥന അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്നാണ്. ഇന്ന് പിള്ളേർ മാറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നൊന്ന് വേവിക്കുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. കാരണം ഫ്രിഡ്ജിലെ കഴിച്ച് എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് പോലും അറിയത്തില്ല, അങ്ങനെ കഴിപ്പുണ്ട്. ഇവിടെയാണ് ദിവസത്തിൻ്റെ ഇത് മതി. അപ്പോൾ ഇന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത സ്വർണം വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്ത ചെരുപ്പ് വേണ്ട, ആവശ്യമില്ലാത്ത വസ്ത്രം വേണ്ട, എനിക്ക് അന്നൊന്നും വേണ്ടുന്ന ആഹാരം മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് സഭയുടെ നീതിബോധം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു സാരി 2 വർഷമായി ഉപയോഗിക്കാതെ അലമാരിലുണ്ടെങ്കിൽ അത് പ്രാക്ക് പറ്റിയ സാരിയാണ്, അത് ശാപമേറ്റ സാരിയാണ്. കാരണം എനിക്ക് ഉപയോഗം ചുമ്മാ വെച്ചിരിക്കുകയാണ്, ഉടുത്താൽ കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഞാൻ ചെന്നിട്ട് കുറച്ച് സാരി എടുത്ത് കൊടുക്കേണ്ടി വരും. പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ? പാവങ്ങൾക്ക്. ചുമ്മാ സ്വർണം ഉണ്ടാക്കി ലോക്കറി വെച്ച് കൂട്ടുക, ആർക്ക് എന്നാ ഗുണം? ഇവിടെയാണ് മന്നാടെ ദൈവശാസ്ത്രം. നമുക്ക് മതി 3 കാര്യമുണ്ടേ മതിയല്ലോ: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അത് സാമാന്യം ഭംഗിയായിട്ട് കൊണ്ടുപോകണം. ബാക്കിയൊക്കെ മനുഷ്യൻ ആർജിക്കുന്ന അനാവശ്യ ആസക്തികളാണ്. ഇത്രയും മതി, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അവിടെ ഒത്തിരി ഒന്നിനെക്കുറിച്ചും അള്ളിപ്പിടുത്തരുത്, ഒരുപാട് ആർത്തിയരുത്, മിനിമം കൊണ്ട് ജീവിക്കുക. ഇന്ന് ആൾക്കാരുടെ രീതി എന്താണ്? മാക്സിമം പ്രോഫിറ്റ്, മിനിമം അധ്വാനം. ഇതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പഠിപ്പിക്കുന്നത് തന്നെ, ക്ലാസ്സിൽ പോലും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മിനിമം അധ്വാനിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതല്ല ജീവിതം. മാക്സിമം അധ്വാനിച്ചിട്ട് എൻ്റെ ജീവിതം മിനിമം കൂടി ഞാൻ ജീവിക്കാൻ പഠിക്കുക. അപ്പം ആ ഒരു ചിന്താധാര നമുക്ക് ആവശ്യം. അതാണ് മന്നാടെ ദൈവശാസ്ത്രം. എപ്പോഴും വീട്ടിൽ കാശ് പോരാ, ഡ്രസ്സ് പോരാ, ഭക്ഷണം പോരാ, അതുപോരാ, ഇതുപോരാ. ആ പരാതി മന്നായുടെ ദൈവശാസ്ത്രത്തിന് വലുതമാണ്. എനിക്കിത് മതി, ഇന്നത്തേക്ക് ആവശ്യമായല്ലോ, മതി, നാളത്തെ ദൈവം തരും. ഒരാൾ പറയുകയാണ് ഇത്ര രൂപ വേണം, കയ്യിലില്ല, പറയും ഉണ്ട്, ദൈവമേ എനിക്ക് ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ, നീ തന്നെ തന്നില്ലെങ്കിൽ എനിക്ക് ആ നാണക്കേട്. എവിടുന്നോ ആ പൈസ വന്നു, എവിടുന്നോ ആ കാശ് വന്നു. അപ്പോൾ ആ ഒരു രീതി. ഇപ്പം മദർ തെരേസ ഈ അമൃത്സറിലൊരു മീറ്റിങ്ങിൽ വന്നപ്പം ആൾക്കാർ ഒരുപാട് കാശ് കൊണ്ട് കൊടുത്തപ്പം മദർ തെരേസ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടുന്നത് മുകളിൽ നിന്ന് തരും, അങ്ങനെ തരുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കൊണ്ട് നീ തരുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ, നടത്തിപ്പിൽ ഒരു വിശ്വാസം, ഇതാണ് മന്നയുടെ ദൈവശാസ്ത്രം. അപ്പോൾ അവിടെ നമുക്ക് ആകുലതകളോ ആവലാതികളോ പരാതികളോ ഇല്ല, ഉള്ളതുകൊണ്ട് ആഘോഷമായിട്ട് ഓണം പോലെ ജീവിക്കുന്നു ഒന്ന്. അതുപോലെ തന്നെ ഈ മന്ന, ശരിയാ, തീർച്ചയായും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഉള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തരാകാനുള്ള ഒരു പാഠമാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യർ ഈ പുറപ്പാടിൻ്റെ കാലത്തൊക്കെ അവർക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അവരിങ്ങനെ കൂടാരങ്ങളിലൊക്കെയാണ് തമ്പടിച്ച് താമസിക്കുകയും എടുക്കുകയും ഈ യാത്രയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ മന്ന കിട്ടി, അതുപോലെ അവരുടെ അങ്ങനെ ആ ഒരു കൂടാരങ്ങളിൽ വസിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അപ്പം അവിടെ ദൈവം അവരെ വല്ലാതെ സംരക്ഷിക്കുകയും നടത്തിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു ദൈവശാസ്ത്രം, കൂടാരവാസിയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു മൂന്നാമത്തെ ചിന്തയാണ് പങ്കുവെക്കുന്നതിൽ. അതിൻ്റെ പ്രത്യേകത, എനിക്ക് ഈ വീട് മതി പറയാൻ പറ്റും. വീട് മതി. ഉദാഹരണം, അന്ന് കൂടാരങ്ങളിലാണ് അവർ താമസിക്കുന്നത്. വലിയ ഷേപ്പുള്ള കെട്ടിടമോ ഭംഗിയൊന്നുമില്ലല്ലോ. അപ്പം അവരൊരു കൂടാരം അടിച്ചു. ആ കൂടാരത്തിന് അവർ വിളിച്ച വാക്കാണ് തമ്പ്. തമ്പ്. സർക്കസുകാർ തമ്പടിക്കും ഇല്ലേ? സർക്കസുകാർ തമ്പടിക്കും. അങ്ങനെ തമ്പടിക്കുന്ന മനുഷ്യൻ ആ തമ്പിനകത്ത് ഒരു കല്ല് എടുത്തു വെച്ചു, ദൈവമായിട്ട്, ശിലയായിട്ട്. അതിൽ എണ്ണ ഒഴിച്ചു, വീഞ്ഞൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഊര്, ഞങ്ങളുടെ ആയുസ് ഇതാണ്, ദൈവസാന്നിധ്യമാണ്. അതുകൊണ്ട് തമ്പിൻ്റെ ഊരാണ് ഇത്. അതുകൊണ്ട് തമ്പുരാൻ എന്ന പേര് അവിടെ വീഴുന്നുണ്ട്. തമ്പുരാൻ, തമ്പിൻ്റെ ഊരായവൻ. ഇപ്പോൾ ഒരു കൂടാരവാസികളായിട്ട് അങ്ങ് ജീവിച്ചു പോവുക, ഇത് മതി. വലിയ കെട്ടിടത്തിൻ്റെ ആവശ്യമില്ല, മുഴുത്ത ബിൽഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് താമസിക്കാൻ ഇത് മതി. അതല്ലേ പണ്ട് കൂടാരം പോലെ സിമ്പിളായി ഉണ്ടാക്കിയ വീട്ടിൽ ജീവിച്ചവർക്ക് അസുഖം കുറവായിരുന്നു. ഇന്ന് കോൺക്രീറ്റായി, മൊസൈക്കായി, ടൈൽസായി കഴിഞ്ഞപ്പം ആ പെരുകിയത് ശ്വാസത്തിൽ വിഷമായി, രോഗം ഒത്തിരി വളരാൻ തുടങ്ങി.
ഇന്നും പുല്ലുമേഞ്ഞ കുഴിയിൽ ജീവിക്കുന്നവർക്ക് രോഗം വളരെ കുറവാണ്. അത് നമ്മളൊക്കെ പഠിക്കുന്നൊരു പാഠമുണ്ട്. അപ്പം നമ്മൾ മിനിമത്തിൽ ഹാപ്പി, മാക്സിമത്തിലേക്ക് പോകരുതെന്നാണ് കൂടാരം പഠിപ്പിക്കുന്നത്. ദാവീദ് രാജാവിനെ പറ്റിയൊരു അബദ്ധമുണ്ട്. എൻ്റെ ചിന്ത അങ്ങനെയാണ്. ദാവീദ് സുന്ദരമായ കൊട്ടാരത്തിൽ താമസിച്ചു. ദൈവത്തിന് ഒരു തമ്പുണ്ടാക്കി. തമ്പിൽ ദൈവത്തെ ഇരുത്തി. ദാവീദ് കൊട്ടാരത്തിൽ. പിന്നീട് ദാവീദിന് തോന്നി, ഞാൻ എത്രയും വലിയ കൊട്ടാരത്തിൽ ജീവിക്കും, യഹോവയ്ക്ക് ചെറിയ കൂടാരം പോരാ, എൻ്റെ കൊട്ടാരത്തേക്കാൾ വലിയ ഒന്ന് യഹോവയ്ക്കും പണിതേക്കാം എന്ന് ദാവീദ് തീരുമാനിച്ചപ്പോഴാണ് ഇന്നത്തെ മുഴുവൻ വലിയ ബ്രഹ്മാണ്ഡ ദേവാലയങ്ങളൊക്കെ ലോകത്ത് മൊത്തം വന്നു തുടങ്ങിയത്. പക്ഷെ ദാവീദ് ഒന്ന് മാറ്റി ചിന്തിയെങ്കിൽ എന്തെളുപ്പമായിരുന്നു. ദൈവമേ, യഹോവയ്ക്ക് ഇതേ ഉള്ളൂ, എനിക്കും അത് കൂട്ടണം മതി എന്ന് താമസിച്ചിരുന്നെങ്കിൽ എല്ലാം നോർമലായി ശാന്തമായി. പള്ളിവഴിയുടെ വഴക്കില്ല, പിരിവിൻ്റെ ബഹളമില്ല, എല്ലാം ശാന്തമായിട്ട് പോയേനെ. മാത്രമല്ല ഞങ്ങൾക്ക് ഒരുപാട് വലിയ വീടും പണിയുണ്ടായിരുന്നു. നമുക്കിത് മതി. അങ്ങനെ ജീവിക്കുന്നവർ ഇന്നും ഉണ്ട്. മിനിമം വീട് കൊണ്ടും മിനിമം സ്വയം കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അവിടെ തമ്പിൽ വസിച്ചുകൊണ്ട് പറയുന്നു, ലാളിത്യം മിനിമം, അതിലൂടെ ജീവിച്ചാൽ മതി. മന്നാട് ദൈവശാസ്ത്രത്തിൻ്റെ തുടർച്ചയാണ് തമ്പിൻ്റെ ദൈവശാസ്ത്രം. മണ്ണെന്ന മനുഷ്യനുള്ള തുടർച്ചയായിട്ടാണ് പോവുക. അപ്പോൾ ഈ മന്ന കൊടുത്തും ഈ കൂടാരങ്ങളിൽ വസിക്കുമ്പോഴൊക്കെ ദൈവപരിപാലനയിൽ അവർ ഒരുപാട് ആശ്രയിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ സത്യത്തിൽ ഇതെല്ലാം നടന്നു പോയത്. അപ്പം ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ ആ പഴയ നിയമങ്ങളിൽ മുഴുവനായിട്ട് കാണുന്നത്. അതെ, അങ്ങനെയാണ് അവർ ബലപ്പെട്ടതും. അങ്ങനെയാണ് ദൈവപരിപാലന. മന്ന ദൈവപരിപാലനയല്ലേ. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമുദ്രത്തിൽ കാടപ്പക്ഷി പറന്നിറങ്ങി, ദൈവപരിപാലന. ദാഹിച്ചപ്പോൾ കരിമ്പാറ കൂട്ടങ്ങൾ ചുരത്തി തണുത്ത ഉറവക്കണി ഒഴിയിറങ്ങി, ദൈവത്തിൻ്റെ പരിപാലന. ആ പരിപാലനയുടെ ഭാഗമായിട്ടാണ് അവർ മുകളിലേക്ക് നോക്കും. മേഘം അനങ്ങി പോകുന്ന സമയത്തോടും ഇവരും അനങ്ങി നടന്നു. മേഘം നിന്നപ്പോൾ അവർ തമ്പടിച്ചു, ഇനി പോകുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മേഘം വീണ്ടും ചലിച്ചപ്പോൾ യാത്ര തുടങ്ങും. അപ്പം മേഘത്തിൽ ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് ക്രിസ്തുവും ഉത്ഥാനത്തിന് ശേഷം മേഘത്തിലേക്ക് മറഞ്ഞുപോയി. കാരണം മനുഷ്യൻ എന്നെല്ലാം ലോകത്ത് ഒരു മേഘം കാണുമോ, മേഘം കാണുമ്പോൾ ദൈവത്തെ കാണും. മേഘമുണ്ടോ, അവിടെ ദൈവമുണ്ട്. ആ തിരിച്ചറിവാണ് വരിക. അപ്പോൾ അവിടെ എല്ലാം പരിപാലനയാണ്. ഒന്നിനും മാനുഷികമായി ഒന്നിനും ആശ്രയിക്കാനോ പറയാനോ ഇല്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചു. അത് 40 വർഷം മരുഭൂമി യാത്ര മുഴുവൻ ഈ പരിപാലനയിലുള്ള ആശ്രയമായിരുന്നു. ഈ വാഗ്ദത്തഭൂമിയിലേക്കുള്ള യാത്ര അതും പരിപാലനയാണ്. 40 വർഷക്കാലം കടക്കുന്നതിന് മുമ്പ് 400 വർഷം ഈജിപ്തിൽ അടിമകളെ പോലെ താമസിച്ചു. അടിമകളെ പോലെ ചെന്നു. ഒരു 5-ാം വർഷം ഇവരോട് പുറപ്പെടാൻ പറഞ്ഞെങ്കിൽ വഴിക്ക് അവർ ഇട്ടിട്ട് പോയാലും. കാരണം മടുപ്പ് സഹിക്കാൻ പറ്റുകയില്ല, കഷ്ടപ്പാട് സഹിക്കാൻ പറ്റുകയില്ല. 400 വർഷം ഇഷ്ടികയുടെ വെള്ളവും കുടിച്ച് ചുട്ട മാംസവും കഴിച്ച് അങ്ങനെ ജീവിച്ചപ്പോൾ 40 വർഷം മരുഭൂമി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പരീക്ഷണകാലം പരിശീലന കാലമാണ്. ഏത് പരീക്ഷണകാലവും ഒരു പരിശീലന കാലമാണ്. അങ്ങനെയാണ് അവർ പിന്നെ അവരുടെ യാത്രയിൽ നമ്മൾ പോകുന്ന കാണുന്നത്. നമുക്കറിയാം. പക്ഷെ എന്നാൽ ആ യാത്രയിൽ ഈ കുറച്ച് പേര് ഇതുപോലെ മരിച്ചു വീണവരും കാനാൻ ദേശം കാണാത്തവരൊക്കെ ഉണ്ട്. അവരെ നമുക്ക് വേണമെങ്കിൽ പറയാം ആവർത്തന വിരസതയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ ആവർത്തിച്ച് മന്ന കിട്ടുന്നതിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ പറഞ്ഞവരൊക്കെയാണ് അവസാനം ദൈവത്തിലേക്ക് ട്രസ്റ്റ് ചെയ്യാതെ പോയവർ ഒക്കെ ആ കാലഘട്ടത്തിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ കുറേ പേര്. ജീവിതത്തിലും അങ്ങനെ തന്നെ പല കാര്യങ്ങളിലും റിപ്പീറ്റഡ് ആണ്, പലതും ഇങ്ങനെ തന്നെയാണ് ഒന്നും. പക്ഷേ അതിൽ പിടിച്ചു നിന്നവരാണ് ശരിക്കും കാനാൻ ദേശത്ത് എത്തി വാഗ്ദത്ത ഭൂമി കണ്ടത്. അപ്പം നമ്മളൊക്കെയും കുടുംബജീവിതത്തിൽ ഈ ആവർത്തനങ്ങൾ വളരെ കാര്യമായിട്ട് പല സമയത്തും വരും. ഇവൻ സഹനത്തിൽ പോലും ഇതിങ്ങനെ ആവർത്തനമായിരിക്കാം, അത് പല കാര്യങ്ങളിലും. പക്ഷെ അപ്പം നമ്മൾ പിടിച്ചെത്തി കാനാൻ ദേശത്ത് എത്തേണ്ടവരാണല്ലോ. അത് നമ്മൾ കാണുന്നത് ഈ മരുഭൂമി യാത്ര 40 വർഷമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊരു പരിപാലനയായിരുന്നു. പയ്യെ മോശയിലൂടെ. അത് കഴിഞ്ഞു യോർദാനിലെ മൗണ്ട് നെബോവിൽ വന്നു. അക്കരെയുള്ള ഇസ്രയേൽ കണ്ടു. പിന്നെ നമ്മൾ കാണുന്നു ജോഷുവയിലൂടെ പരിപാലന തുടർന്നു. ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതർ, അങ്ങനെ വന്ന അവസാനം യേശു ക്രിസ്തു. യോഹന്നാൻ 3:16 തന്നിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതെല്ലാം പരിപാലനയാണ്. യേശു നമ്മുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പം അപ്പസ്തോലന്മാർ, മാർപ്പാപ്പന്മാർ, മെത്രാന്മാർ, വൈദികർ, വചനപ്രഘോഷകർ, നല്ല വിശുദ്ധരായ ആത്മാർ, ഇതെല്ലാവരെയും തന്നു. അപ്പം ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ പരിപാലന മുഴുവൻ റിപ്പീറ്റേഷനാണ്, ആവർത്തന പരിസരമാണ്. എന്നും മന്ന, എന്നും വെള്ളം, എന്നും ഉപ്പുമാവ്, എന്നും കടലക്കറി, എന്നും ചൂടുകഞ്ഞി, എന്നും തേങ്ങാ ചമ്മന്തി. ഈ ഒരു രീതി ഉണ്ട്. അപ്പോൾ ഇതൊരു ആവർത്തന പരിസരയാണ്. എന്നും ഒരേ സ്വർഗസ്നായ പിതാവ്, ഒരേ നന്മ നിറഞ്ഞ് പറയും. ഒരു ഭാര്യ ഇങ്ങനെ അത് നന്മ നിറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി സ്വസ്തി ഇങ്ങനെ വിളിക്കുക. കെട്ടിയവൻ പറഞ്ഞു, നിർത്തടി, ഇത് മതി. പിന്നെയും സ്ത്രീ നന്മ നിറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി കർത്താവിനോടുകൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞത്. വീണ്ടും പറഞ്ഞു, നന്മ നിറഞ്ഞ് പറയുമേ, ശല്യം നിർത്തടി, വിടാരി മനുഷ്യ, എൻ്റെ സൗകര്യമാണ് പ്രാർത്ഥിക്കാമെന്നുള്ളു. അപ്പോൾ കെട്ടിയവൻ നോക്കടി, ഞാൻ 3 പ്രാവശ്യം പറഞ്ഞപ്പം നിനക്ക് ഇത്രയും അരിശം, 50 പ്രാവശ്യം നന്മ നിറഞ്ഞ പറയുമ്പം ദൈവത്തിന് അരിശം വരാതിരിക്കുമോ? അപ്പോൾ കെട്ടിയവൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ആവർത്തന വിരസതകൾ അതിനർത്ഥമുണ്ട്. എന്തിന് ആവർത്തന വിരസത ഇല്ലാത്തത്? എല്ലാ ദിവസവും രാത്രിയും എല്ലാ ദിവസവും പകലുമില്ലേ? എല്ലാ ദിവസവും ഒരേ റോസപ്പൂ വിടുന്നില്ലേ? എല്ലാ ദിവസവും ഒരേ പക്ഷികളുടെ നാദം കേൾക്കുന്നില്ലേ? അപ്പം നമ്മൾ ആവർത്തന വിരസത തന്നെ ഒരഭംഗിയല്ല. ഈ ആവർത്തന വിരസതയ്ക്കിടയിൽ എപ്പോഴുമാണ് ദൈവം പ്രവർത്തിക്കുക. ആ ഒരു ചിന്ത വേണം. ലോകത്തിൽ ഒരുപാട് ആവർത്തന വിരസതയ്ക്കിടയിൽ ഒരു മഹാത്മാഗാന്ധി ഉണ്ടായി, ഒരുപാട് ആവർത്തന വിരസതയ്ക്കിടയിൽ ഒരു നെൽസൺ മണ്ടേല ഉണ്ടായി, ഒരു അബ്രഹാം ലിങ്കൺ ഉണ്ടായി. സഭയിൽ ഒരുപാട് ആവർത്തന വിരസതയ്ക്കിടയിൽ ഒരു ഫ്രാൻസിസ് അസീസി ഉണ്ടായി, ഒരു ക്ലാര ഉണ്ടായി, ഒരു അൽഫോൻസാമ്മ ഉണ്ടായി, ഒരു ചാവറേച്ചൻ ഉണ്ടായി, ഒരു മദർ തെരേസ ഉണ്ടായി. ഞാൻ പറയട്ടെ, ഒരു ജോസഫ് പുത്തമ്പരിക്കലച്ചനും ഉണ്ടായി എന്നും പറയണ്ടേ? അത് പറയാൻ എൻ്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയും അങ്ങനെ, കാരണം വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഞാൻ ഇത്രയും കാലം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പലയിടത്തും ചൊല്ലുമ്പോൾ ഇങ്ങനെ അത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടെ നമുക്ക് കൂട്ടി പറയാം. ഞാൻ പറഞ്ഞു തന്നെ, എന്തിലൊരു ആവർത്തന വിശപ്പം വിവാഹത്തിൻ്റെ സെക്സ്, ദമ്പതികളുടെ ജീവിതം, അതൊരു എല്ലാത്തിനും ആവർത്തന വിരസത ഉണ്ടല്ലോ. എന്തിലും ഏതിലുമുണ്ട്. സ്നേഹപ്രകടനത്തിലുണ്ട്, വിളമ്പുന്ന ഭക്ഷണത്തിലുണ്ട്, ഉണ്ണുന്ന ചോറിലുണ്ട്. അതുപോലെ തന്നെ എന്നും കാണുന്ന മുഖമല്ലേ, വെറൈറ്റി ഇല്ലല്ലോ. 2 വർഷം ജോൺസൺ, 3 വർഷം മാത്തുക്കുട്ടി, 3.5 വർഷം ജോസഫ്, ഇല്ലല്ലോ. ഒരേ മാത്തുക്കുട്ടി മരണം വരെ. പക്ഷെ അങ്ങനെ 2 വർഷം ജോസഫ്, 3 വർഷം മാത്തുക്കുട്ടിയൊക്കെ ആവർത്തന വിരസത എന്ന് പറഞ്ഞാൽ മാറിയവരൊക്കെ പാഠം പഠിച്ചിട്ടുണ്ട്. മാത്തുക്കുട്ടി തന്നെയാണ് നല്ലതല്ല, ജോസഫ് തന്നെയാണ് നല്ലത്. ആവർത്തന വിരസതയിൽ സ്ഥിരതയോടെ നമ്മുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു. വെറൈറ്റി പരീക്ഷ പോയെല്ലാം തീർന്നു. ശരിക്കും വിരസത ഇല്ല, ആവർത്തനമാണെന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹം ഉള്ളിലുള്ളതാണ്. ഇല്ലെങ്കിലാണ് എല്ലാവരും എന്തോ ആർക്കാണ്ടും വേണ്ടി ഒപ്പിക്കുന്ന പോലെയുള്ള ഒരു രീതിയായിട്ട് മാറുകയും. അപ്പോൾ ഒരു ആവർത്തന വിരസതയിൽ ഒരർത്ഥമുണ്ടെന്ന് നമ്മൾ ഓർത്താൽ മതി. ഒരമ്മയായി അപ്പനായി ചുമ്മാ ഒരേ താളത്തിൽ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരത്ഭുതം എൻ്റെ പെരയ്ക്കകത്ത് ദൈവം നടത്തും. ഇല്ലെങ്കിൽ ഒരു പുൽസ്റ്റോപ്പ് വന്നങ്ങ് വീഴും. ആവർത്തന വിരസത അർത്ഥത്തോടെ അപ്പനും അമ്മയും ആഘോഷിച്ചപ്പോഴാണ് മക്കൾ വളർന്നതും മക്കൾ വലുതായി തീർന്നതും. വരതേടി പോയെങ്കിൽ തീർന്നു. പണ്ടെന്നാ ഉണ്ട്, ഒരേ കപ്പ, ഒരേ മത്തിക്കറി, ചോറ്, പുളിശ്ശേരി, ചക്കൂര്, മാങ്ങ, ഇങ്ങനെ കഴിച്ചവരുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നല്ല മിടുക്കന്മാരും മിടുക്കുകളും വളർന്നു. ഇന്ന് വെറൈറ്റി തെറ്റി പോവും. വൈകിട്ട് തട്ടുകട, ശനിയാഴ്ച സ്റ്റാർ ഹോട്ടൽ, ഞായറാഴ്ച പിക്നിക്ക്, പിള്ളേർക്കും കൊക്കക്കോള, പെപ്സി, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, KFC, ഇതെല്ലാം മേടിച്ചു പോകും. വയറപ്സെറ്റായി അകാലത്തിൽ മരിക്കുന്ന മക്കളും അസുഖമായിട്ട് മാറും. ഈ പണ്ട് ഈ ചക്കുകുരുമാങ്ങ കഴിച്ചവരുടെ പകുതി ക്വാളിറ്റി പോലും ഇന്നില്ല. കുറച്ച് പഠിത്തമുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടാൽ നല്ല ഷെയ്പ്പാണ്, പക്ഷേ കുഴലപ്പത്തിൻ്റെ ഷെയ്പ്പാണ്, ഞെക്കിയ പൊടിയും. ഇന്നുള്ളത് പപ്പട സംസ്കാരമാണ്. പപ്പട സംസ്കാരം, പപ്പടത്തിന് ഭയങ്കര മുഴുപ്പാണ്, പക്ഷെ ഒറ്റപ്പിടുത്തത്തിന് ഒരു പൊടിയാവും. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കരുത്തില്ല, ബലമില്ല. അപ്പം ആവർത്തന വ്യവസ്ഥയെ ജീവിച്ച് നല്ല മനക്കെട്ടിയുള്ളവരായിട്ട് കരുത്തോടെ ജീവിക്കുന്ന ഒരു ജനമായിട്ട് തലമുറ മാറി വരും. അവിടെ നമ്മൾ ആവർത്തന വ്യവസ്ഥകളിൽ നമ്മൾ അർത്ഥം കണ്ടെത്തണം.
തീർച്ചയായിട്ടും അങ്ങനെ ജീവിച്ച് എത്തിയവരാണ് കാനാൻ ദേശം സ്വന്തമാക്കിയവരും ഒക്കെ. അതെ. അപ്പോൾ ആ ഒരു ദൈവപരിപാലനയിൽ ആശ്രയിക്കാനും ഇപ്പോൾ എന്നുമുള്ള കുരിശുവര അങ്ങനെ തന്നെ പോട്ടെ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് അങ്ങനെ തന്നെ വരട്ടെ അല്ലേ, അങ്ങനെ ആ അനുദിന പ്രാക്ടീസുകൾക്കൊന്നും മടുപ്പ് തോന്നാത്ത ഒരു സമൂഹമായിട്ട് എല്ലാവരും മാറട്ടെ എന്നാണ് നമുക്ക് പറയാറുള്ളത് പുതിയ തലമുറയോട് അല്ലേ. കുട്ടികളൊക്കെ ചോദിക്കൂലേ, ചുമ്മാ എന്നോടൊക്കെ ചോദിക്കണം, ഞാൻ എല്ലാ ദിവസം പള്ളിയിലൊക്കെ പോകാറുണ്ട്, അപ്പം എന്നും എന്തിനാണ് നിങ്ങൾ ഈ പോകുന്നത്, എന്നും എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ട് കേട്ടോ. ആവർത്തന വിരസതയാണ് ജീവൻ നിലനിർത്തുന്നത്. പുറത്തേക്കുള്ള ശ്വാസം, അകത്തേക്ക് ശ്വാസം. ഇതുപോലെയാണ് എന്തിനാ ശ്വാസം വിടുന്നതെന്ന് ചോദിക്കുന്നതല്ല, എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്. അത് ശ്വാസം എടുക്കുന്നതിനെ അറിയത്തുള്ളൂ, എന്തിനാ എടുക്കുന്നത് വിടുന്നത്. അർത്ഥം കണ്ടെത്താം, സന്തോഷിക്കാം, കുടുംബത്തെ ധന്യമാക്കി മാറ്റാം. എന്തായാലും ഈ ഒരു വിഷയം പഞ്ചഗ്രന്ഥി വരെ എത്തി നിൽക്കുകയാണ്. ഇനി ബാക്കി മുൻപോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.